ഹായ് എവരിവൺ, നമുക്കിന്ന് ഒരു പുതിയ ടോപ്പിക്സ് നോക്കാം. മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് എ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് എ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c വേർ a നോട്ട് ഈക്വൽ ടു 0 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y വാല്യൂ മാറുന്നു. എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ y വാല്യൂ മാറുന്നു. ഏത് എക്സ് വാല്യൂ കൊടുക്കുമ്പോഴാണോ y വാല്യൂ 0 ആകുന്നത് അതിനെ റൂട്ട്സ് എന്നും പറയുന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ a പോസിറ്റീവ് ആണെങ്കിൽ, ഞാൻ ഓൾറെഡി ഗ്രാഫ് പരാബോളയാണ്, പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ്, പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ് ആണ്. ഈ ഗ്രാഫിലെ ഏറ്റവും മിനിമം വാല്യൂ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, y മിനിമം. അത് അറ്റൈൻ ചെയ്യുന്നത് ഈ പോയിന്റിലാണ് അല്ലേ? എ പോസിറ്റീവ് ആയതുകൊണ്ടാണ് പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ് ആയത്. ഈ പരാബോളയിൽ നിന്ന് നമുക്ക് y മിനിമം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ എക്സ് കൂട്ടുന്നതനുസരിച്ച് y വാല്യൂ കൂടി പോത്തേ ഉള്ളൂ. എക്സ് കൂടുന്നതനുസരിച്ച് y വാല്യൂ കൂടി പോത്തേ ഉള്ളൂ. പക്ഷേ നമുക്ക് y മിനിമം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പോയിന്റിലാണ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ വൈയുടെ ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത്. എക്സ് കൂടുന്നതനുസരിച്ച് ഗ്രാഫ് ഇൻക്രീസ് ചെയ്ത് അതായത് y വാല്യൂ കൂടി പോകും. ഗ്രാഫ് അപ് ടു എവിടം വരെ വരും? ഇൻഫിനിറ്റി വരെ വരും. അപ്പോൾ നമുക്ക് എന്ത് പ്രഡിക്റ്റ് ചെയ്യാം? y മിനിമം പ്രഡിക്റ്റ് ചെയ്യാം. മാക്സിമം അപ് ടു ഇൻഫിനിറ്റി ആണ്. എക്സ് വാല്യൂ കൂടുന്നതനുസരിച്ച് y വാല്യൂ കൂടി പോകത്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് y മിനിമം നമുക്ക് എല്ലായ്പ്പോഴും കണ്ടെത്താൻ പറ്റും. ഇനി y ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. എ നെഗറ്റീവ് ആണെങ്കിൽ പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ് ആണ്. പരാബോള എ നെഗറ്റീവ് ആണെങ്കിൽ പരാബോള ദാറ്റ് ഈസ് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു പോയിന്റിലാണ് അതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. എക്സ് കൂടുന്നതനുസരിച്ച് y എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. y വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് കൂടുന്നതനുസരിച്ച് y വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അപ്പോൾ നമുക്കിവിടെ എന്ത് പ്രഡിക്റ്റ് ചെയ്യാം? y മാക്സിമം, വൈയുടെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ മിനിമം വാല്യൂ അപ് ടു എവിടെ വരെ വരും? മൈനസ് ഇൻഫിനിറ്റി വരും. ഒന്ന് ശ്രദ്ധിക്കുക, എ പോസിറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ മിനിമം വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. എ നെഗറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ മാക്സിമം വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇനി മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് എ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഈസ് ഓൾവേസ് -d/4a ആണ്. ഇതെങ്ങനെ കിട്ടി നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കും. കാരണം സെക്കൻഡ് ഇയർ നമുക്ക് മാക്സിമം ഓർ മിനിമം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. സോ y മാക്സിമം ഓർ y മിനിമം ദ വാല്യൂ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഈസ് ഓൾവേസ് -d/4a ആണ്. ഡി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് b² - 4ac ആണ്. ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ മാക്സിമം ഓർ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി, -d/4a. ഇനി അത് അറ്റൈൻ ചെയ്യുന്നത് എക്സിന് -b/2a എന്ന വാല്യൂ കൊടുക്കുമ്പോഴാണ്. എക്സിന് -b/2a എന്ന വാല്യൂ കൊടുക്കുമ്പോഴാണ് വൈയുടെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ മാക്സിമം ഓർ മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇൻ ബോത്ത് കേസ് വി ഹാവ് എ സെയിം ഫോർമുല -d/4a. ഇനി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എ പോസിറ്റീവ് ആണെങ്കിൽ പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ്. അപ്പോൾ നമുക്ക് മിനിമം കിട്ടും, y മിനിമം കിട്ടും അല്ലേ? എ നെഗറ്റീവ് ആണെങ്കിൽ പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ്, നമുക്ക് y മാക്സിമം കിട്ടും. ശരിയല്ലേ? y മാക്സിമം കിട്ടും. ഇൻ ബോത്ത് കേസ് വി ഹാവ് y മാക്സിമം ഓർ y മിനിമം കണ്ടുപിടിക്കാനുള്ള ഫോർമുല -d/4a ആണ്. അത് അറ്റൈൻ ചെയ്യുന്നത് എക്സിന്
മൈനസ് ബി ബൈ 2a എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് എ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് എ. എ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വൈയുടെ മിനിമം വാല്യൂ കിട്ടും. എ നെഗറ്റീവ് ആണെങ്കിൽ വൈയുടെ മാക്സിമം വാല്യൂ കിട്ടും. ശരിയല്ലേ? എ പോസിറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ മിനിമം വാല്യൂ കിട്ടും. എ നെഗറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ മാക്സിമം വാല്യൂ കിട്ടും. ഇൻ ബോത്ത് കേസ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. -d/4 എന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഡി എന്ന് പറയുന്നത് ഡിസ്ക്രിമിനൻ്റ് ആണ്. b² - 4ac ആണ്. ക്ലിയർ ആണോ? എ പോസിറ്റീവ് ആണെങ്കിൽ y min, എ നെഗറ്റീവ് ആണെങ്കിൽ y max. കോൺവേഴ്സ് ആണ്. എ പോസിറ്റീവ് ആണെങ്കിൽ y min, എ നെഗറ്റീവ് ആണെങ്കിൽ y max. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ഓർ മിനിമം വാല്യൂ ഫോളോയിങ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ഇവിടെ നോക്കിയേ, y = 3x² - x - 8 എന്നാണ് കണ്ടിരിക്കുന്നത്. എയുടെ വാല്യൂ ഇവിടെ എന്താ? എയുടെ വാല്യൂ ഇവിടെ പോസിറ്റീവ് ആണ്. എ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. എ ഈസ് പോസിറ്റീവ്. എ പോസിറ്റീവ് ആണെങ്കിൽ വൈയുടെ എന്ത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം? മിനിമം വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാം. വൈ മിനിമം പ്രഡിക്റ്റ് ചെയ്യാം. വൈ മിനിമം ഈസ് ഈക്വൽ ടു -d/4a ആണ്. ഡി എന്ന് പറയുന്ന ഡിസ്ക്രിമിനൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. b² - 4ac. b² - 4ac ചെയ്തെടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, -1 the whole square -4 ഇൻറ്റു എയുടെ വാല്യൂ 3, സിയുടെ വാല്യൂ -8. സോ വി ഗെറ്റ് 1 -1 that is plus 12 into 8 that is equal to 96. നമുക്ക് എന്ത് കിട്ടും? 97 കിട്ടും. ക്ലിയർ ആണോ? സോ y minimum is equal to -97 by എന്താണ് 4 ഇൻറ്റു എയുടെ വാല്യൂ എത്ര? ഇവിടെ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു -97 ഡിവൈഡഡ് ബൈ 12 അതാണ് അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ. അത് അറ്റൈൻ ചെയ്യുന്നത് എക്സിന് ഏത് വാല്യൂ കൊടുക്കും? എക്സ് ഈക്വൽ ടു -b/2a കൊടുക്കുമ്പോഴാണ് അതിൻ്റെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. ബിയുടെ വാല്യൂ എന്താ? -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എയുടെ വാല്യൂ എത്ര? 3. സോ വി ഗെറ്റ് 1/6. ഓക്കെ അല്ലേ? സോ എ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വൈയുടെ ഏറ്റവും മിനിമം വാല്യൂ കിട്ടും. മിനിമം വാല്യൂ നമുക്ക് എന്താ കിട്ടിയ? -97 ഡിവൈഡ് ബൈ 12 കിട്ടി. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? വേറെ ക്വസ്റ്റ്യൻ. Find the maximum or minimum value following quadratic expression y equal to -5x² plus 2x plus 3. Here എയുടെ വാല്യൂ -5 ആണ്. എയുടെ വാല്യൂ -5 ആണ്. സോ നമുക്ക് കിട്ടുന്നത് y എന്താണ്? മാക്സിമം ആണ് കിട്ടുന്നത്. y maximum is equal to -d/4a ആണ്. d means discriminant. Discriminant value എന്താ? b² - 4ac. That is b യുടെ വാല്യൂ 2² minus 4 into -5 into 3. That is 4 minus that is plus 4 into 5 that is 20 into 3 that is 60. That is equal to 64 കിട്ടി. So y maximum is equal to -d/4a. d യുടെ വാല്യൂ 64 by എയുടെ വാല്യൂ എത്ര? എയുടെ വാല്യൂ -5. സോ വി ഗെറ്റ് എന്താ? 64/5 എന്ന് നമുക്ക് മാക്സിമം വാല്യൂ, വൈയുടെ മാക്സിമം വാല്യൂ കിട്ടി. ആ വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നോക്കണം. എക്സ് ഈക്വൽ ടു -b/2 എന്ന് ഞാൻ പഠിപ്പിച്ചു. ദാറ്റ് ഈസ് -2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5. ദാറ്റ് ഈസ് ഈ 2 ക്യാൻസലായി. നമുക്ക് കിട്ടുന്ന -1/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? ശ്രദ്ധിക്കുക, എയുടെ വാല്യൂ നെഗറ്റീവ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം കിട്ടും. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള പോലെ -d/4a. സോ ഇതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ 64/5 ആണ്. 64/5 ആണ് അതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ. ഏറ്റവും മിനിമം വാല്യൂ എന്തായിരിക്കും? -∞ ആയിരിക്കും. സോ ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ റേഞ്ച് ആണിത്. റേഞ്ച് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഈസ് -∞ തൊട്ട് 64/5. ഓക്കെ, നമുക്ക് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഈ കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ക്വാഡ്രാറ്റിക്കിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. സോ ആൻസർ റേഞ്ച് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഈസ് -∞ തൊട്ട് 64/5 വരെയാണ് വാല്യൂ. ഓക്കെ ആണോ?
So next, find the maximum or minimum value of quadratic expression y is equal to 7x square plus 6x minus 3. ഇവിടെ എയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, എയുടെ വാല്യൂ 7 ആണ്. എ ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. എ പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നത്. y മാക്സിമം അല്ല, y മിനിമം ആണ്. y മിനിമം കണ്ടുപിടിക്കാനുള്ള ഫോർമുല -d/4a ആണ്. ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ b സ്ക്വയർ മൈനസ് 4ac. b means 6 square minus 4 into a value 7 and c value minus 3. So 36 plus 7 into 3 and the 21 into 4, that is equal to 84. 36 plus 84 is equal to, that is equal to 120. So y minimum is equal to minus 120 divided by 4a. എയുടെ വാല്യൂ എന്താ 7. ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. സോ ആൻസർ ഇസ് -30/7 കിട്ടി. y മിനിമം 30/7 കിട്ടി. ദാറ്റ് ക്യാൻ ബി അറ്റൈൻ. അത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോൾ, എക്സിന് -b/2a കൊടുക്കുമ്പോഴാണ് നമുക്ക് വൈയുടെ മിനിമം വാല്യൂ കിട്ടുന്നത്. -b/2, ബിയുടെ വാല്യൂ 6, -6 divided by 2 into 7, that is ഒരു 2 6 കട്ട്, that is 3, that is -3/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്, എക്സിന് -3/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് വൈയുടെ ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത്. ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -30/7 കിട്ടിയെങ്കിൽ അതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ അപ് ടു എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇതാണ് അതിൻ്റെ റേഞ്ച്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? നെക്സ്റ്റ്, ഫൈൻഡ് ദ മാക്സിമം ഓർ മിനിമം വാല്യൂ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ y ഈക്വൽ ടു -3x സ്ക്വയർ പ്ലസ് x മൈനസ് 5. ഇവിടെ എയുടെ വാല്യൂ -3 ആണ്. സോ നെഗറ്റീവ് ക്വാണ്ടിറ്റി, എ നെഗറ്റീവ് ആണ്. നമുക്ക് എന്ത് കിട്ടും? y മാക്സിമം കിട്ടും. y മാക്സിമം കണ്ടുപിടിക്കാനുള്ള ഫോർമുല -d/4a ആണ്. d means discriminant b square minus 4ac, that is equal to bയുടെ വാല്യൂ -1 square minus 4 into എയുടെ വാല്യൂ എന്താ? -3 into സിയുടെ വാല്യൂ എന്താ? -5, that is equal to 1 plus, ശ്രദ്ധിക്കുക, 4 into 3, that is 12, 12 into 5, that is 60, that is equal to 61 കിട്ടി. So y maximum is equal to -61 divided by 4a, 4 into എയുടെ വാല്യൂ എന്താ? -3, that is -61 divided by -12, that is 61 divided by 12 എന്ന് കിട്ടി. That can be attained at x equal to -b/2a, that is ബിയുടെ വാല്യൂ എന്താ? 1 divided by 2 into -3, that is equal to 1/6. 1/6 കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത്. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ? 61/12 ആണ്. മാക്സിമം വാല്യൂ 61/12ഉം ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ -∞ ആണ്. സോ ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ തൊട്ട് 61/12 വരെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനോട്ട് പോകാം. സം ആൻഡ് പ്രോഡക്റ്റ് ഓർ റൂട്ട്സ് ഓഫ് എനി പോളിനോമിയൽ. ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c = 0 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിന് 2 റൂട്ട് ഉണ്ട്, ആൽഫയും ബീറ്റയും. സോ സം ഓഫ് റൂട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. -b/a പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ബീറ്റ = എന്താ? c/a ആണ്. ആദ്യത്തേത് -b/a ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താ? c/a ആണ്. അത് ഓൾറെഡി അറിയാവുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ആണ്. ഞാൻ ക്യൂബിക് ഇക്വേഷൻ എടുക്കുന്നു. ക്യൂബിക് ഇക്വേഷൻ നമുക്ക് 3 റൂട്ട്സ് ഉണ്ടാവും, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. സോ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ = -b/a. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 റൂട്ട്സ്, അതായത് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് c/a ആണ്. ഇനി പ്രോഡക്റ്റ് ഓഫ് 3 റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ = -d/a ആണ്. ഒന്നുകൂടെ പറയാം. സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ = -b/a യും
Sum of product of two roots alpha beta plus beta gamma plus alpha gamma is equal to C by A. Then product of three roots alpha into beta into gamma, that is equal to minus D by A. Next, നമുക്ക് fourth degree equation നോക്കാം. Ax raised to 4 plus bx cube plus cx square plus dx plus e is equal to 0. Fourth degree equation നമുക്ക് എല്ലാവർക്കും അറിയാം. fourth degree equation 4 റൂട്ട്സ് ഉണ്ടാവും. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ആദ്യത്തേത് സം ഓഫ് റൂട്ട്സ്. സം ഓഫ് റൂട്ട്സ് മീൻസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ക്വസ്റ്റ്യൻ മൈനസ് ബി ബൈ എ. നെക്സ്റ്റ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു റൂട്ട്സ്, ദാറ്റ് ഈസ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ എക്സെട്ര. ഞാൻ എല്ലാം എഴുതുന്നില്ല. എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ആയ സി ബൈ എ. ആദ്യം മൈനസ് ആണ്, പിന്നെ പ്ലസ്. നെക്സ്റ്റ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ത്രീ റൂട്ട്സ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ഡെൽറ്റ പ്ലസ് എക്സ്ട്രാ. അത് എന്ത് വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദാറ്റ് ഈസ് നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ആയ മൈനസ് ഡി ബൈ എ വരും. ദെൻ ലാസ്റ്റ് വൺ പ്രോഡക്റ്റ് ഓഫ് ഫോർ റൂട്ട്സ്, ദാറ്റ് ഈസ് ആൽഫ ബീറ്റ ഗാമ ഇൻറ്റു ഡെൽറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് കോഎഫിഷ്യന്റ് ഇ ബൈ. എവിടെ ശ്രദ്ധിച്ചാൽ ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. അപ്പോൾ തുടക്കം സം ഓഫ് റൂട്ട്സ് മൈനസ് ബി ബൈ എ. ദെൻ സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു റൂട്ട്സ് എന്ന് പറയുന്നത് സി ബൈ എ. നെക്സ്റ്റ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ത്രീ റൂട്ട്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ എ. ലാസ്റ്റ് വൺ പ്രോഡക്റ്റ് ഓഫ് ഫോർ റൂട്ട്സ് നോക്കുക, ഇ ബൈ എ. ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ മൈനസ്, ആദ്യം പ്ലസ്, ആദ്യം മൈനസ്, ദെൻ പ്ലസ്, ദെൻ മൈനസ്, ദെൻ പ്ലസ്. ഓൾട്ടർനേറ്റ് ആദ്യം മൈനസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, അങ്ങനെ പോകും. ഓക്കെ ആണോ? നമുക്ക് ഇതിനെ ബേസ് ചെയ്യായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ബീറ്റ ഗാമ റെപ്രസെന്റ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ആൽഫ ബീറ്റ ഗാമ റെപ്രസെന്റ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. യെസ്, ഞാൻ അതിനൊന്ന് ആദ്യം സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണോ? യെസ്, ഒരു കോഎഫിഷ്യന്റ് കുറവാണ്, അതുകൊണ്ട് ഞാൻ എക്സ് ക്യൂബ് പ്ലസ് 0 എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഇതിന് നമുക്ക് എല്ലാവർക്കും അറിയാം 3 റൂട്ട്സ് ഉണ്ട്. ആദ്യം ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0 ഡിവൈഡ് ബൈ എയുടെ വാല്യൂ എത്ര? 1. സോ ആൻസർ ഈസ് 0 എന്ന് കിട്ടും. ശരിയല്ലേ? Sum of roots alpha plus beta plus gamma is equal to minus b by a. Next, alpha beta gamma represent the roots of the equation x cube minus x plus 1 is equal to 0. ഇതിനെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. എക്സ് ക്യൂബ് പ്ലസ് 0 എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 is equal to 0. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു റൂട്ട്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം that is equal to എന്താണ്? മൈനസ് 1 ഡിവൈഡഡ് ബൈ 1. സോ ആൻസർ എന്ത് കിട്ടി? മൈനസ് 1 കിട്ടി. ആദ്യത്തെ എന്താ? മൈനസ് ബി ബൈ എ ആണ്. നെക്സ്റ്റ് എന്താ? സി ബൈ എ ആണ്. ഇവിടെ സിയുടെ വാല്യൂ എന്താ? സി ബൈ എ ആണ്. സിയുടെ വാല്യൂ എന്താണ് ഇവിടെ? മൈനസ് 1 ആണ്. ഡിവൈഡ് ബൈ എ 1. സോ വി ഗെറ്റ് എന്താ? മൈനസ് 1 കിട്ടി. നെക്സ്റ്റ് നോക്കൂ, സെയിം ക്വസ്റ്റ്യൻ. ആൽഫ ബീറ്റ ഗാമ റെപ്രസെന്റ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഞാൻ ഇതിനെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. എക്സ് ക്യൂബ് പ്ലസ് 0 എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് ത്രീ റൂട്ട്സ് ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്. മൈനസ് ഡി ബൈ എ ആണ്. സോ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1. സോ ആൻസർ ഈസ് മൈനസ് 1 കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ എടുക്കാം. ആൽഫ ബീറ്റ ഗാമ റെപ്രസെന്റ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 2x ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ദെൻ ഇവാലുവേറ്റ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഇക്വേഷൻ എടുത്തെഴുതുകയാണ്. 2x ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ക്യൂബിക് ഇക്വേഷൻ ആണ്. 3 റൂട്ട്സ്.
ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ സം ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ബി ബൈ എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് -5 ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ എത്ര കിട്ടി? 5/2 കിട്ടി. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു റൂട്ട്സ് ദാറ്റ് ഈസ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ ആണ്. സിയുടെ വാല്യൂ എന്താ? 1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി 1/2 കിട്ടി. ദെൻ പ്രോഡക്റ്റ് ഓഫ് ത്രീ റൂട്ട്സ് അതിവിടെ ആവശ്യമില്ല, എന്നാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു. ആൽഫ ബീറ്റ ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -9 ഡിവൈഡഡ് ബൈ 2. സോ നമുക്ക് എന്ത് കിട്ടി? -9/2 കിട്ടി. നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇവിടെ ആവശ്യമില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. നമുക്ക് കിട്ടേണ്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ആണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ഐഡൻറ്റിറ്റി വെച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് 2 ടൈംസ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ അല്ലേ? ഇത് നമുക്കറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് നമുക്കറിയാം 5/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നോക്കൂ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് 2 ടൈംസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമയുടെ വാല്യൂ നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ ദാറ്റ് ഈസ് 1/2 അല്ലേ? ഓക്കെ അല്ലേ? നോക്കൂ 25/4 ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി അല്ലേ? ഈ 2 ക്യാൻസലായി 1 എന്ന് കിട്ടി. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25/4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽസിഎം എടുക്കുമ്പോൾ 25 minus 4 divided by 4. So the answer is 21/4 എന്ന് കിട്ടി. ക്ലിയർ ആണോ? സോ ദ ആൻസർ ഈസ് 21/4. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ സ്റ്റുഡൻസ്? ഓക്കെ, ഞാനൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹയർ തിയറി എടുത്ത് പഠിപ്പിക്കുകയാണ്. ഡെസ്കാർട്ടേസ് റൂൾ ഓഫ് സൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, BSc ഒക്കെ ഞങ്ങൾ പഠിച്ച ടോപ്പിക്കാണ്. കാരണം ഇങ്ങനെയുള്ള പോളിനോമിയൽ ഇക്വേഷൻസ് റൂട്ട്സ് കണ്ടുപിടിക്കാൻ ഈ ഒരു സൈൻ റൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ടോപ്പിക്കിലോട്ട് പോകാം. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ദ മാക്സിമം നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സ് ഓഫ് എ പോളിനോമിയൽ ഇക്വേഷൻ f of x equal to 0. f of x equal to 0 എന്ന ഒരു പോളിനോമിയലിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് സൈൻ ചേഞ്ച് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഓർ നെഗറ്റീവ് ടു പോസിറ്റീവ് ഇൻ f of x. കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തേർഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം 3 റൂട്ട്സ് ഉണ്ടാവും. ഈ 3 റൂട്ട്സിൽ ചിലത് പോസിറ്റീവ് റൂട്ട്സ് ഉണ്ടാവും, ചിലത് നെഗറ്റീവ് റൂട്ട്സ് ആവും, ചിലപ്പോൾ ഇമാജിനറി ആവാം. അപ്പോൾ ഈ നമ്പർ ഓഫ് പോസിറ്റീവ് റൂട്ട്സ് കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് നെഗറ്റീവ് റൂട്ട്സ് കണ്ടുപിടിക്കാനും മാക്സിമം നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സും മാക്സിമം നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട്സും കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ റൂൾ ഓഫ് സൈൻ എന്ന ഡെസ്കാർട്ടസ് റൂൾ ഓഫ് സൈൻ എന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്യൂബിക് ഇക്വേഷൻ ഉണ്ട്. ഈ ക്യൂബിക് ഇക്വേഷനിലെ സൈൻ്റെ ചേഞ്ച് നോക്കാം. നിങ്ങൾ നോക്കൂ, x³ സൈൻ പോസിറ്റീവ് അല്ലേ, 6x² സൈൻ പോസിറ്റീവ് അല്ലേ, 11x സൈൻ പോസിറ്റീവ് അല്ലേ, -6 സൈൻ എന്താ -1 അല്ലേ? ഇനി നോക്കിയേ, പോസിറ്റീവ് നിന്ന് പോസിറ്റീവ് പോകുമ്പം നോ സൈൻ ചേഞ്ച് ആണ്. അതേപോലെ പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുമ്പോൾ നോ സൈൻ ചേഞ്ച് ആണ്. പക്ഷേ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ ഒരു സൈൻ ചേഞ്ച് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്ത് അറ്റ്മോസ്റ്റ് 1 പോസിറ്റീവ് റിയൽ റൂട്ട്സ് ഉണ്ടാവും.
മാക്സിമം ഒരു പോസിറ്റീവ് റിയൽ റൂട്ട്സ് മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. ഞാനൊന്ന് നോക്കാം. എക്സ് ക്യൂവിൻ്റെ സൈൻ പോസിറ്റീവ്, 6x² സൈൻ പോസിറ്റീവ്, 11x സൈൻ പോസിറ്റീവ്, -6 സൈൻ മൈനസ്. സോ പോസിറ്റീവ് പോസിറ്റീവ് സൈൻ ചേഞ്ച് ഇല്ല, പോസിറ്റീവ് പോസിറ്റീവ് സൈൻ ചേഞ്ച് ഇല്ല. ബട്ട് പോസിറ്റീവ് നെഗറ്റീവ് പോകുമ്പോൾ ഒരു സൈൻ ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിക് ഇക്വേഷന് മാക്സിമം 1 പോസിറ്റീവ് റിയൽ റൂട്ട്സ് ഉണ്ടാവാം. ക്ലിയർ ആണോ? അപ്പം നമുക്ക് എത്ര നെഗറ്റീവ് റിയൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓൺലി വൺ, ഇവിടുത്തെ തിയറിയാണ്, ഓൺലി 1 ചേഞ്ച് ഓഫ് സൈൻ ഇൻ ദ എക്സ്പ്രഷൻ x³ + 6x² + 11x - 6 = 0. സോ ദ ഗിവൺ ഇക്വേഷൻ ഹാസ് അറ്റ് മോസ്റ്റ് 1 പോസിറ്റീവ് റിയൽ റൂട്ട്സ്. ക്ലിയർ അല്ലേ? ആ പോസിറ്റീവ് റിയൽ റൂട്ട് മൊത്തം 3 റൂട്ട്സ് ഉണ്ടാവും. അതിനകത്ത് ഒരെണ്ണം പോസിറ്റീവ് റിയൽ റൂട്ട്സ് ആണ്, നമുക്ക് മനസ്സിലായി. ഇനി നെഗറ്റീവ് റിയൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. f(x) എന്നൊരു ഇക്വേഷൻ ഇവിടെ ഉണ്ടല്ലോ. f(x) = x³ + 6x² + 11x - 6 അല്ലേ? നിങ്ങൾ f(-x)ൻ്റെ സൈൻ ചേഞ്ച് നോക്കാം. f(-x) കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -x² + 6 × -1² + 11 × -x - 6 ആണ്. ഓക്കെ, നോക്കാം. -x³ is -x³ + 6x² - 11x - 6. ക്ലിയർ ആണോ? -x³ + 6x² - 11x - 6. ഇനി നോക്കാം, ഇതിൻ്റെ സൈൻ ചേഞ്ച് നോക്കുകയാണ്. -x³ സൈൻ ദാറ്റ് ഈസ് മൈനസ്, +6x² സൈൻ ദാറ്റ് ഈസ് പ്ലസ്, -11x ദാറ്റ് ഈസ് മൈനസ്, -6 ദാറ്റ് ഈസ് മൈനസ്. ശ്രദ്ധിക്കുക, -2 + 1 സൈൻ ചേഞ്ച്, +2 - 1 സൈൻ ചേഞ്ച്, -2 - 0 സൈൻ ചേഞ്ച്. സോ f(-x)ന് 2 സൈൻ ചേഞ്ചസ് ഉണ്ട്. f(-x)നാണ് 2 സൈൻ ചേഞ്ച് ഉള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് 2 നെഗറ്റീവ് റിയൽ റൂട്ട്സ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ f(-x)ന്റെ സൈൻ ചേഞ്ച് നോക്കിയാൽ നമുക്ക് മാക്സിമം പോസിറ്റീവ് റിയൽ റൂട്ട്സ് കിട്ടും. f(-x)ന്റെ സൈൻ ചേഞ്ച് നോക്കിയാൽ നമുക്ക് നെഗറ്റീവ് റിയൽ റൂട്ട്സ് കിട്ടും. ഞാൻ തിയറി ഒന്നുകൂടെ പറഞ്ഞുതരാം. ദ മാക്സിമം നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട്സ് of polynomial equation f(x) = 0 is the number of change of sign from positive to negative or negative to positive in f(-x). f(-x)ന്റെ സൈൻ ചേഞ്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത്, ആ ഇക്വേഷനകത്ത് എത്രമാത്രം നെഗറ്റീവ് റിയൽ റൂട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, x⁴ + x³ + x² - x - 1 = 0. ശ്രദ്ധിക്കുക, ഞാൻ സൈൻ ചേഞ്ച് നോക്കിയാണ്. f(-x)ന്റെ സൈൻ ചേഞ്ച് നോക്കിയാണ്. ദാറ്റ് ഈസ് പ്ലസ് 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 മൈനസ് മൈനസ്. ഓക്കെ, പ്ലസ് 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 മൈനസ് മൈനസ്. നോക്കൂ, +2 + ഒരു സൈൻ ചേഞ്ച് പോലും ഇല്ല, +2 + ഒരു സൈൻ ചേഞ്ച് ഇല്ല, +2 - 1 സൈൻ ചേഞ്ച്, -2 - no സൈൻ ചേഞ്ച്. സോ ഇവിടെ 1 sign change, only 1 sign change, 1 sign change. So here at most 1 positive real roots, ഒരു പോസിറ്റീവ് റിയൽ റൂട്ട്സേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നു. f(-x)നകത്ത് f(-x) കൊടുക്കുന്നു. f(-x) കൊടുക്കുമ്പോൾ x⁴ - x³ + x² + x - 1. നമുക്ക് ഈ ഇക്വേഷനകത്ത് എത്ര നെഗറ്റീവ് റിയൽ റൂട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് f(-x) നോക്കാം. f(-x) എന്ന് പറഞ്ഞാൽ x - x x⁴ x⁴ - x³ - x² that is +x² - that is +x - 1. ഞാൻ സൈൻ ചേഞ്ച് നോക്കിയാണ്. പ്ലസ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ എന്താ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. നോക്കൂ, +2 - 1 സൈൻ ചേഞ്ച്, -2 + 1 സൈൻ ചേഞ്ച്,
+2 പ്ലസ് നോ സൈൻ ചേഞ്ച്, +2 മൈനസ് 1 സൈൻ ചേഞ്ച്. നോക്കിയേ 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഹിയർ 3 ചേഞ്ച് ഓഫ് സൈൻ ഉണ്ട്, 3 മാക്സിമം ഇവിടെ 3 സൈൻ ചേഞ്ച് ഉണ്ട്. സോ ദ ഗിവൺ ഇക്വേഷൻ ഹാസ് അറ്റ്മോസ്റ്റ് 3 നെഗറ്റീവ് റിയൽ റൂട്ട്സ്. ഇതിനകത്ത് 3 നെഗറ്റീവ് റിയൽ റൂട്ട്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? നേരത്തെ സ്ലൈഡിൽ നമുക്ക് ഒരു റിയൽ റൂട്ട്സ് കിട്ടി, ഒരു പോസിറ്റീവ് റിയൽ റൂട്ട്സ് കിട്ടി. ഇവിടെ 3 റിയൽ റൂട്ട്സ് കിട്ടി, മൊത്തം 4 റിയൽ റൂട്ട്സ്. ബിക്കോസ് ഇത് x⁴ ആണ്, 4 റൂട്ട്സേ ഉള്ളൂ. ക്ലിയർ ആണോ? ഈ സൈൻ ചേഞ്ച് പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, നമുക്കൊരു എൻട്രൻസ്, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. f of x equal to x⁴ plus x² plus 1. ശ്രദ്ധിക്കുക, ഇവിടുത്തെ സൈൻ പ്ലസ്, ഇവിടുത്തെ സൈൻ പ്ലസ്, ഇവിടുത്തെ സൈൻ പ്ലസ്, ഇവിടെ ഒരു സൈൻ ചേഞ്ച് പോലും ഇല്ല. സോ 0 പോസിറ്റീവ് റിയൽ റൂട്ട്, നോ പോസിറ്റീവ് റിയൽ റൂട്ട്. ഇവിടെ ഇതിനകത്ത് പോസിറ്റീവ് റിയൽ റൂട്ട്സ് ഇല്ല, പോസിറ്റീവ് റിയൽ റൂട്ട്സ് ഇല്ല. ഇവിടെ നോക്കി, ഞാൻ f of -x നോക്കുന്നു. f of -x എടുത്ത് നോക്കിയാൽ -x⁴ plus x⁴ -x the whole square, that is plus x² plus 1. f of -x നോക്കിയപ്പോഴും പ്ലസ് പ്ലസ് പ്ലസ്, ഇവിടെയും സൈൻ ചേഞ്ച് ഇല്ല. അപ്പം ഇവിടെയും എന്തില്ല? നോ നെഗറ്റീവ് റിയൽ റൂട്ട്സ്. പോസിറ്റീവ് റൂട്ട്സും ഇല്ല, നെഗറ്റീവ് റൂട്ട്സും ഇല്ല. ബിക്കോസ് f of x-ലും സൈൻ ചേഞ്ച് ചെയ്തില്ല, f of -x-ലും സൈൻ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് പോസിറ്റീവ് റിയൽ റൂട്ട്സും ഇല്ല, നെഗറ്റീവ് റിയൽ റൂട്ട്സും ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഉള്ള റൂട്ട്സ് എല്ലാം കോംപ്ലക്സ് റൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ഇമാജിനറി റൂട്ട്സ് ആണ്. ഇവിടെ നോക്കൂ, തീരെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. f of x and f of -x do not have any change of sign. So the equation f of x equal to 0 has no real roots. ഒരു റിയൽ റൂട്ട്സ് പോലും ഇല്ല, പോസിറ്റീവ് റിയൽ റൂട്ട്സും ഇല്ല, നെഗറ്റീവ് റിയൽ റൂട്ട്സും ഇല്ല. സോ ഇതിനകത്തുള്ള 4 റൂട്ട്സും കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും. ക്ലിയർ ആണോ? ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 3x⁵ പ്ലസ് 10x³ പ്ലസ് 30x പ്ലസ് 7. f of x അടുത്ത് നോക്കുന്നു. f of x-ന്റെ സൈൻ ചേഞ്ച് പ്ലസ് 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 പ്ലസ്, എല്ലാം പ്ലസ് ആണ്. +2 പ്ലസ് 0 സൈൻ ചേഞ്ച്, +2 പ്ലസ് 0 സൈൻ ചേഞ്ച്, +2 പ്ലസ് 0 സൈൻ ചേഞ്ച്. സോ there is no പോസിറ്റീവ് റിയൽ റൂട്ട്സ്, നോ പോസിറ്റീവ് റിയൽ റൂട്ട്സ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? there is no പോസിറ്റീവ് റിയൽ റൂട്ട്സ്. ഇനി f of -x നോക്കാം. f of -x നോക്കാം. that is equal to 3 into -x⁵ plus 10 into -x the whole cube plus 30 into -x plus 7. ശ്രദ്ധിക്കുക, that is equal to -3x⁵ minus 10x³ minus 30x plus 7. നോക്കൂ, -3x⁵ minus 10x³ minus 30x plus 7. സോ നോക്കൂ, മൈനസ് 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 പ്ലസ്, ഓരോന്നിൻ്റെ സൈൻ നോക്കൂ. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, മൈനസ് 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 മൈനസ്, മൈനസ് ടു മൈനസ് 0 സൈൻ ചേഞ്ച്, minus to minus 0 sign change, but minus to plus 1 sign change. f of -x have 1 sign change. So there exists 1 negative real roots, at most 1 negative real roots. നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ആണ് ചോദിച്ചത്. അതിനകത്ത് പോസിറ്റീവ് റിയൽ റൂട്ട്സ് ഒന്നുമില്ല, പക്ഷേ ഒരു നെഗറ്റീവ് റിയൽ റൂട്ട്സ് ഉണ്ട്. സോ നമ്മുടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷനായ എ ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് 1. ക്ലിയർ ആണോ? സോ ഡെസ്കാർട്ടസ് റൂൾ സൈൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതോടുകൂടി നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ
A to Z കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാം, എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻസ് 45 ക്വസ്റ്റ്യൻ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാ കൺസെപ്റ്റും വരുന്ന രീതിയിലുള്ളൊരു ഡിസ്കഷൻ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.